ഗോൾഡ് നല്ല റിട്ടേൺ തരും, പക്ഷേ ഗോൾഡിനേക്കാളും പെർസെൻറ്റേജ് വൈസ് സിൽവർ തരാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2023 മുതൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ചെറിയൊരു ചേഞ്ച് വന്നു. ഓൾമോസ്റ്റ് ലൈക്ക് കൂടുതലും സിൽവറിലേക്ക് മാറാൻ തുടങ്ങി. സിൽവർ ETFs ഈസി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് ഫോൺ പേ ത്രൂ നമുക്ക് സിൽവേഴ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് എടുത്താൽ മതി, നമുക്ക് ETF അത് SIP ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നമ്മളുടെ സ്റ്റുഡൻസിനോട് പലപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, നിങ്ങൾ എല്ലാ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ നേർച്ച ഇടുമല്ലോ അമ്പലത്തിലൊക്കെ പോയി, അതുപോലെ ഒരു ETF വാങ്ങിക്കുക. ഒരു ഗോൾഡ് ETF ഒരു സിൽവർ ETF ഇല്ലെങ്കിൽ ഒരു നിഫ്റ്റി ബീസോ നിഫ്റ്റിയുടെ ETF ആണ് ഇതെങ്കിലും നിങ്ങൾ വാങ്ങിക്കാൻ പറയും. ഒരെണ്ണം ഒരു 200 രൂപ 100 രൂപ 50 രൂപയൊക്കെ ഉള്ളായിരുന്നു, അത് വാങ്ങിച്ചാൽ മതി എന്ന് പറയുമായിരുന്നു. സോ അത്ര തന്നെ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി ഗോൾഡ് നല്ലൊരു പേഴ്സൺ വെക്കാൻ ഞാൻ ഗോൾഡിനേക്കാളും കൂടുതൽ വെക്കുന്നത് സിൽവറിലായിരിക്കും. ആക്ച്വലി നമ്മൾ പല രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്യാം. ലെറ്റ്സ് സേ സ്റ്റോക്സ് ഉണ്ടായിരിക്കും, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ക്രിപ്റ്റോസ് ഉണ്ട്, കമ്മോഡിറ്റീസ് ഉണ്ട്. ഈ കമ്മോഡിറ്റിക്കകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് സിൽവറിലാണ്. ഇപ്പം ഗോൾഡിനേക്കാളും ഞാൻ കൂടുതൽ ലെറ്റ്സ് സേ ഒരു 70% ഞാൻ സിൽവറിന് കൊടുക്കും, ഇല്ല 60% ഞാൻ സിൽവറിന് കൊടുക്കും, ബാക്കി 40% ഞാൻ ഗോൾഡിന് കൊടുക്കുക. 2025 മുതൽ 2030 വരെ ഗവൺമെൻറ് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന പോലെ സോളാർ ഇല്ലെങ്കിൽ ഈ പറയുന്ന EVs ഇതിലൊക്കെയാണ് കൂടുതൽ വരാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന കോണ്ടന്റ് ലൈക്ക് സിൽവറാണ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്ക് സിൽവറിൻ്റെ യൂസേജും കൂടുതൽ ആവശ്യം വരും. ഇതാണ് ഒരു മേജർ റീസൺ. ഗവൺമെൻറ് തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് 2030 വരെ കൂടുതൽ പ്രൊജക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അതിൻ്റെ ബേസാണ് നമുക്ക് ഈ കാണുന്ന റാലിയൊക്കെ ഇവിടെ കാണുന്നത്. ഇന്ത്യയിൽ തന്നെ ഇത്രയും ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ പുറത്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹൈപ്പ് ആവുന്നുണ്ട്. ഗോൾഡിൻ്റെ കേസ് അത് തന്നെയാണൊക്കെ വരുന്നത് കേട്ടോ. ഗോൾഡ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമറാണ് ഗോൾഡിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫ്യൂച്ചർ പ്രൊജക്ഷൻ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്.